കാട്ടാനയുടെ ശല്യമൊഴിയാതെ കല്ലാറിലെ ജനവാസ മേഖല. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് കല്ലാർ നിവാസികളുടെ ഉറക്കമില്ലാത്ത രാത്രികളിലേക്ക് വീണ്ടും കാട്ടാനകളെത്തുന്നത്. കഴിഞ്ഞ 5 ദിവസക്കാലമായി ഈ മേഖലയിൽ തുടരുന്ന കാട്ടാനക്കൂട്ടം വനത്തിലേക്ക് തിരിച്ചു പോകാൻ തയ്യാറാകാതെ ജനവാസ മേഖലയിൽ തമ്പടിച്ചിരിക്കുകയാണ്. ഇത് പ്രദേശവാസികളിൽ പരിഭ്രാന്തി പടർത്തുന്നു. 3 കാട്ടാനകളാണ് ഇപ്പോൾ പ്രദേശത്ത് എത്തിയിരിക്കുന്നത്. ജനവാസ മേഖലയിലെത്തിയ കാട്ടാനകൾ രാത്രിയും പകലുമില്ലാതെ പ്രദേശത്തുകൂടി സ്വൈരവിഹാരം നടത്തുന്നത് പ്രദേശത്തെ ജനങ്ങൾക്ക് ജീവന് തന്നെ ഭീഷണിയാകുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കാട്ടാനകൾ വ്യാപകമായി കൃഷിസ്ഥലങ്ങളും നശിപ്പിക്കുകയാണ്. കാട്ടാനകളെ തുരത്തേണ്ടുന്ന വനപാലകർ നിഷ്ക്രിയരാവുകയാണ് എന്ന നാട്ടുകാരുടെ ആക്ഷേപവും ശക്തമായി വരുന്നു. നിരന്തരമായിട്ട് ഒരേ റൂട്ടിൽ ആന വന്ന് ഇവിടുത്തെ ആൾക്കാരുടെ കൃഷി നശിപ്പിച്ചു, ജനങ്ങളുടെ പുറകെ ആന കൊല്ലാൻ ഓടിക്കുന്നു. ആകെപ്പാട് വിഷയമാണ് ഇത്. നിരന്തരമായും ഞങ്ങൾ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഫോറസ്റ്റിനോട് പറയുകയും ആന വന്ന് പോയതിന് ശേഷം ഫോറസ്റ്റുകാർ വന്ന് നോക്കിയിട്ട് പോകുന്നൊരവസ്ഥയാണ്. ഇതിന് യാതൊരു പരിഹാരവുമില്ല. ഇവിടെ ആന വരുന്ന സമയങ്ങളിൽ ആരെങ്കിലും നിൽക്കാനോ അല്ലെങ്കിൽ ഒരു പടക്കം പോലും മേടിച്ച് കൊടുത്ത് ആനയെ പേടിപ്പിക്കാനോ ഒന്നുമുള്ളൊരു സംവിധാനം ഇവിടെ നടക്കുന്നില്ല. ജനങ്ങളാകപ്പാടെ പരിഭ്രാന്തിയിലാണ്. ഇത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു സത്യം പറഞ്ഞാൽ ആർക്കും അറിയത്തില്ല. ആരോട് പറയണം, എന്ത് പറയണം? ഫോറസ്റ്റുകാർ വരുന്നുണ്ട്, അവർ നോക്കുന്നുണ്ട്, അവർ പോകുന്നുണ്ട്. ആന വരുന്ന സമയത്ത് ഇവിടെ ആരുമില്ല, ജനങ്ങൾ മാത്രമേ ഉള്ളൂ. അവരുടെ കൃഷിയും നശിപ്പിച്ചിട്ട് ആന പോവാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാകണം. ഇന്ന് പുലർച്ചെ എത്തിയ കാട്ടാനകൾ കല്ലാർ സ്വദേശിയായ അളകർ, മകൾ അനഘ എന്നിവരെ ഓടിക്കുകയും ചെയ്തു. കാട്ടാനകളെ കണ്ട് ഭയന്ന ഇവർ ഓടി വീട്ടിനകത്ത് കയറി. ആയതിനാൽ തന്നെ അവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞുവെന്നും അവർ പറഞ്ഞു. സൗണ്ട് കേട്ടപ്പം ഇങ്ങനെ ഇറങ്ങി വന്നപ്പം 2 കൊമ്പന്മാരായിരുന്നു. ഞങ്ങളെ കണ്ടപ്പോൾ ഞാൻ എൻ്റെ പെങ്കച്ചും ഇറങ്ങി വരുമ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ ആന ഞങ്ങളുടെ പുറകെ ഓടി വന്നു. നിങ്ങളെ ആന ഓടിച്ചു? രാവിലെ ഓടിച്ചു. ഞാൻ എൻ്റെ പെങ്കച്ചുണ്ടായിരുന്നു. ഓടിച്ചപ്പോൾ ഞാൻ വീട്ടിനകത്ത് കയറി. ഓടിപ്പോയി വീട്ടിനകത്ത് കയറി. പിന്നെ നേരെ അതുവഴി യൂക്കാലിപ്പാൻ്റെ അച്ഛൻ്റെ അകത്ത് കയറി. ഒരാഴ്ച കൊണ്ട് എൻ്റെ പറമ്പിലോട്ട് ആന ഒരു 3 ആന, ഒരു കൊമ്പന്, ബാക്കി 2 ആന എല്ലാ ദിവസം രാവിലെ ഒരു 6 മണിക്ക് വരും. രാത്രി മൊത്തം പറമ്പിനകത്ത് കിടക്കും, താഴോട്ട് ഇറങ്ങും. ഈ വഴി കൂടെ എപ്പോഴും പോകുന്നത്, ഇതിൽ കൂടെ പോകും, തിന്നും. ഞാൻ ഫോറസ്റ്റിൻ്റെ അടുത്ത് എന്നും വിളിക്കുന്നുണ്ട്. എന്നും ഫോറസ്റ്റ് എരുമേലി വിളിച്ചു, മുരിഞ്ഞപുഴ വിളിച്ചു, എല്ലാവരും വിളിച്ചു. അവരിപ്പോൾ അത് ആന പോയി കഴിഞ്ഞിട്ട് വരും, ഇവിടെ നോക്കും, 10 മിനിറ്റ് നിൽക്കും, പോകും. അത്രേ ഉള്ളൂ. എൻ്റെ ഏലം 100 ഏലം ഇന്ന് രാവിലെ 100 ഏലം എൻ്റെ മൊത്തം പോകും. ഞാൻ എന്ത് പറയാനാണ് സാറേ? എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ എപ്പോഴും ഇത്ര കഷ്ടപ്പെട്ട് കൃഷി ചെയ്തിട്ട് എൻ്റെ സ്ഥലം മൊത്തം പോവുക, കയ്യാലം പോയി. എൻ്റെ മെയിൻ ഗേറ്റ്, ആ ഗേറ്റൊക്കെ മൊത്തം പൊട്ടിച്ച്. പിന്നെ വെള്ളം അടിക്കാൻ വേണ്ടി ടാങ്ക് 5000 ലിറ്റർ ടാങ്ക് എൻ്റെ മൊത്തം പൊട്ടിച്ചു. നമ്മൾ ആരുടെ അടുത്ത് ഇത് എന്ത് പറയാനാണ്? കഴിഞ്ഞ വർഷം ഇതുപോലെ വന്നു. ഞാൻ എല്ലാം ലെറ്ററും കൊടുത്ത് എല്ലാം ചെയ്തു. ഒരു ആക്ഷൻ ആയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴും അതുപോലെ നടക്കുന്നത്, ഇനി അതുപോലെ നടക്കുന്നത്. എൻ്റെ പറമ്പിൽ 2 ദിവസം മുന്നേ കായെടുക്കാൻ വന്നു. കായെടുക്കാൻ വന്ന സമയത്ത് ഒരു 10 പെണ്ണുങ്ങളുണ്ടായിരുന്നു. ആ സമയത്ത് രാവിലെ കറക്റ്റ് ഒരു 10 മണിക്ക് 10-10:30 ആകുമ്പോൾ ഈ വഴി കൂടെ ഓടി വന്ന് അവർ പറമ്പിരുന്ന് എല്ലാം ഓടിപ്പോയി. നേരത്തെയൊക്കെ രാത്രിയിലാണ് വരുന്നത് ആന, ഇപ്പോൾ പകലും വരാൻ തുടങ്ങി. ഇതെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ ആരെങ്കിലും ഇവിടെ എന്തെങ്കിലും സംഭവിക്കും. അതുപോലെ സംഭവം ശരിക്കും നമ്മൾ ഇതെന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഫോറസ്റ്റ് ചെയ്യണം, ഇത് സർക്കാർ ഇടപെട്ട് ചെയ്യണം. പ്രദേശത്ത് തുടരുന്ന കാട്ടാനകളെ എത്രയും വേഗം ഉൾവനത്തിലേക്ക് തുരത്തിവിടാൻ ഫോറസ്റ്റ് അധികാരികൾ തയ്യാറാകണമെന്ന ആ നാട്ടുകാരുടെ ആവശ്യം ശക്തമാകുന്നു. ന്യൂസ് ബ്യൂറോ, പീരുമേട്.